ഉറക്ക വർത്താനം. അരുൺചേട്ടനും അതേപോലെ സുജയ പാർവതി കൂടി നമ്മുടെ മണ്ണാർക്കാട് നഗരത്തിലേക്ക് വരണം. എന്നാലും ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാണ്ട്. മണ്ണാർക്കാടിൻ്റെ ഒരു വകയായിട്ട് എന്താ ഇവിടെ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചെടിച്ചട്ടിയിൽ കഞ്ചാവിൻ്റെ ചെടി കണ്ടു പറഞ്ഞൊരു ന്യൂസ് കണ്ടായിരുന്നു. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തമിഴ്നാട്ടിൽ വേറെ രാജ്യത്തുള്ളവരൊക്കെ നമ്മളെ പിന്നെ കളിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മോശപ്പെട്ടു പോയി നമ്മൾ. ഞാനത് ചിന്തിക്കുന്നത് നമ്മൾ പിന്നെ പണിക്ക്. അപ്പോൾ അവിടെ ബാറ് 11 മണി വരെയാണ്, 11:30 വരെ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോൾ 12 മണി 1 മണിക്കൊക്കെ ഈ മദ്യപിക്കാത്തവർ വന്നിട്ട് ബാറും അങ്ങനെ നടക്കും. പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അത് തൊടാൻ പറ്റില്ല. അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വൈകുന്നേരം ആയാലേ ഒരു ശ്രദ്ധയില്ല. ഇപ്പോൾ തലങ്ങും വിലങ്ങും പോവാണ്. ഒക്കെ നോമ്പറക്കാനാണ്, അല്ലെ നോമ്പെടുത്ത് തറക്കാനാണ് എന്നുള്ളൊരു ഒക്കെ വർത്താനാണ്. ഒക്കെ എന്തെങ്കിലും ഇനിയിപ്പോൾ റോഡിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നോമ്പിൻ്റെ പേരിൽ കഴിച്ചിലാവാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഞാൻ കുറേ അവിടുന്ന് കണ്ടു. ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്നൊക്കെ തലങ്ങും വിലങ്ങും പോകണം ഈ ബൈക്കേര്. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഇവിടെ കയറി വരികയാണ്. ഇത് വെള്ളവര എന്താണ്, അപ്പുറത്തേക്ക് വണ്ടി വരുന്നുണ്ടോ, അതൊന്നും ഇവർക്ക് നോക്കാൻ വയ്യ. ഇവർ ഒരേ വരവാ വരുന്നത്. ഇങ്ങനെയൊക്കെ പോയിട്ട് എന്താ കാര്യം? വൈകുന്നേരം ആരോ പ്രാഗാണ് വർത്താനം. അപ്പോൾ നമ്മൾ പിന്നെ ലഹരി വിരുദ്ധ വാഹന സമരവുമായിട്ട് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും സുജ പാർവതിയും കൂടി യാത്ര തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇവരെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അരുൺചേട്ടനും അതേപോലെ സുജയ പാർവതിയും കൂടി നമ്മുടെ മണ്ണാർക്കാട് നഗരത്തിലേക്ക് വരണം. എന്നാലും ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാണ്ട്. മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലം, അതേപോലെ മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തുനിന്നും എന്തായാലും ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്. ഈ ലഹരി സംഭവം എന്താ അറിയോ? ഇതിപ്പോൾ ഞാൻ വേറൊരു കാര്യം വേണ്ട. ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ടായി. ന്യൂസുകാർക്ക് തന്നെയാണ് പണി നല്ല കേട്ടോ. വാർത്തകൾ കൊടുക്കണം, പക്ഷേ നിങ്ങളതിനൊരു സമയം കണ്ടെത്തണം. എല്ലാ വാർത്തകളും കൂടിയിട്ട് മൊത്തം നെഗറ്റീവായിട്ടാണ് വരുന്നത്, മോട്ടിവേഷനായിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ആൾക്കാരിങ്ങനെ തേടിപ്പോണത്. ഇന്ത്യ കേരളം ഇങ്ങനെയാണല്ലോ, ഇന്ത്യ കേരളം ഇങ്ങനെയായിരുന്നു,
അങ്ങനെ ഒരു വീണ്ടും വിചാരം അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് നഷ്ടബോധം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നഷ്ടബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ മോട്ടിവേഷനിൽ എത്തില്ല. അപ്പോൾ അരുൺ ചേട്ടനും അതേപോലെ കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലിലും ഈ നെഗറ്റീവ് വാർത്തകൾക്ക് ഒരു പ്രത്യേക സമയങ്ങൾ ഉണ്ടാക്കി പ്രേക്ഷകരെ അതിൻ്റെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കണം. രാവിലെ തന്നെ നെഗറ്റീവ് വാർത്ത ഇട്ടിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് രാവിലെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വാർത്തകൾ വരുത്താതെ, അതേമാതിരി പിന്നെ മോശമായിട്ടുള്ള വാർത്തകൾ ഇറക്കാതെ രാവിലെയൊക്കെ ഗുഡ് മോർണിംഗ് പിന്നെ ശ്രീകണ്ഠൻ നായരെയും അരുൺകുമാറിൻ്റെയൊക്കെ കോഫി വിത്ത് അരുൺ ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഫസ്റ്റ് തന്നെ കോഫി കുടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കോഫി കുടിക്കാൻ തോന്നും? ഈ ബസ്സിലൊന്നും ആളില്ല കേട്ടോ. ഈ നോമ്പിൻ്റെയും പിന്നെ ഇന്ന് സ്കൂളും ഇല്ല, അപ്പോൾ ആള് തീരില്ല. പിന്നെ ഞാൻ പറയാൻ വരുന്നത് എന്താ അറിയോ, നമ്മളെ ലഹരി വിമുക്ത കേരളമായിട്ട് പിന്നെ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. അത് ഞാൻ ഇപ്പോഴും എന്നല്ല എപ്പോഴും പറയാം. നമുക്ക് ലഹരി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അടിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ സാധനം തന്നെയാണ്. അത് നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഇപ്പോൾ ഈ MDMA എന്താണെന്നൊക്കെ അറിയാൻ തുടങ്ങിയത്. അതിന് മുന്നേ കൂടുതൽ എന്തായിരുന്നു, കഞ്ചാവായിരുന്നു. കഞ്ചാവ് പിന്നെ നല്ല കഞ്ചാവായിരുന്നു ആദ്യം കിട്ടിയിരുന്നതെന്നാണ് വലിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ നല്ല കഞ്ചാവ് അത് കഴിഞ്ഞിട്ട് മെത്താഫിനായി, പിന്നെ ഡ്രഗ്സ് എന്താ പറയുക മറ്റേ ബ്രൗൺ ഷുഗറായി. ബ്രൗൺ ഷുഗറിനൊന്നും ഒരു വിലയില്ല. ശരിക്കും പറഞ്ഞാൽ കഞ്ചാവ് എന്ന് പറഞ്ഞ വസ്തുവിനെ അപമാനിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളം തന്നെ. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്നറിയോ, ഞാൻ മിനിഞ്ഞാന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്യണ്ടായി. പിന്നെ കഞ്ചാവിനെ പറ്റിയിട്ടുള്ള ആ സംസ്ഥാനത്തെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയണ്ടായി. അപ്പോൾ മൂപ്പര് പറയുന്നത് ശരി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കഞ്ചാവിൻ്റെ ഉപയോഗത്തിൻ്റെ നന്മകൾ എന്താണെന്ന് അറിയാതെയാണ് നമ്മുടെ കേരളത്തിലെ അധികാരികൾ പെരുമാറണമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഗുജറാത്ത് അങ്ങനെ ഒരുപാട് ദൂരെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഉണ്ടാവല് ഈ സാധനം. കാരണം ഇത് കേരളത്തിൽ ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ മണ്ണാർക്കാടിൽ 2 വർഷം മുന്നേ ഒരു പിന്നെ ഈ വ്യാപാരി വ്യവസായിയുടെ ഒരു വകയായിട്ട് എന്താ ഇവിടെ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചെടിച്ചട്ടിയിൽ കഞ്ചാവിൻ്റെ ചെടി കണ്ടുകൊണ്ടൊരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം, അതിപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വാർത്ത. അപ്പോൾ അവിടെയൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ എത്രയോ കഞ്ചാവിൻ്റെ ചെടികൾ വളർന്നിട്ടുള്ളത്. അവിടെ ഒന്നും ഇതിൻ്റെ ഉപയോഗം ആർക്കും ഇല്ലാന്ന്. ഉപയോഗം ഉണ്ടെങ്കിൽ പോലും അത് അതിൻ്റേതായ പിന്നെ നേരോ കാലമൊക്കെ നോക്കിയിട്ട് അത്ര ഇവരത് ചെയ്യലേന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അവർക്ക് അറിയാം. അപ്പോൾ അവിടുത്തെ സംസ്ഥാനത്തെ ഗവൺമെൻറ് പോലും അതിനെതിരല്ല, അതിന് സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കഞ്ചാവ് കിട്ടുന്ന എങ്ങനെയാണ് അതപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഒക്കെ ഈ എന്താ പറയുക, അതിൻ്റെ നീരും വേരും വാലും തുമ്പും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഈ കഞ്ചാവ് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് എന്താ ഇനി എനിക്കറിയില്ല കേട്ടോ ശരിക്കും എന്താ നടക്കണമെന്നുള്ളത്. അതൊന്ന് 27 കിലോ കഞ്ചാവും ഒക്കെ ആയിട്ട് സ്ത്രീകളെ പാലക്കാട് നിന്ന് പിടിക്കണ്ടായി. അപ്പോൾ അത് ഒറിജിനലാണോ, ഇനിയിപ്പോൾ ഈ ഒറിജിനൽ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. എന്താണ് ഇവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ 10 വയസ്സുകാരൻ്റെ ശരീരത്തിൽ MDMA കെട്ടിയിട്ട് കച്ചവടം, എത്ര നാണം കിട്ടൂലേ നമ്മളൊക്കെ. മറ്റുള്ള രാജ്യമൊക്കെ നമ്മുടെ ഏറ്റവും വലിയ നല്ല ആൾക്കാരായിട്ടാണ് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാ രാജ്യങ്ങളും പുച്ഛത്തോടെ കുറിച്ച് നോക്കുക. അപ്പോൾ തമിഴ്നാട്ടിലത്തെ ഒരു റീൽസ് ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ, നമ്മുടെ കേരളക്കാരെ കളിയാക്കി പറയണത്. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തമിഴ്നാട്ടുകാർ വേറെ രാജ്യത്തുള്ളവരൊക്കെ നമ്മുടെ
പിന്നെ കളിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മോശപ്പെട്ടു പോയി ഞാനത് ചിന്തിക്കുന്നത്. നമ്മൾ എന്തിനാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാം. ആരെ കാണിക്കാനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? പണത്തിന്റെ പേരിൽ എന്ത് ആഭാസമാണ് ചെയ്യാനോ? പണത്തിന്റെ പേരിൽ നമ്മൾ ആഭാസമാണ് ചെയ്യുന്നത്, ആഘോഷിക്കല്ല ചെയ്യുന്നത്. ആഭാസം എന്ത് നമ്മൾ തൊപ്പിയിട്ട് കുറച്ചിട്ടോ ഇതൊക്കെ തൊപ്പിയിട്ടൊക്കെ നടക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ കാലങ്ങള് ഇന്നിപ്പോ വേറൊരു വാർത്ത വന്നു. അയ്യോ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു സംഭവമായിട്ടുള്ളത്. ബെപ്കോല്, അതായത് ബീവറേജ്, കേരളത്തിലെ ബീവറേജുകളിൽ പിന്നെ മദ്യത്തിന് ക്യൂ നിൽക്കുന്നവരുടെ അവരെ ഒരിക്കലും വിഷമിപ്പിച്ച് വിടാതെ 9 മണിക്ക് ശേഷം ക്യൂ നിന്നവർക്ക് മദ്യം കൊടുക്കണമെന്ന്. ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ കിട്ടില്ല സന്തോഷം കൊണ്ട്. അപ്പോൾ എത്ര കരുതലാണ് നമ്മൾ ജനങ്ങളോട് സർക്കാരിന്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം 9 മണിക്ക് ശേഷം വരുന്ന ആൾക്കാരാണ്. കാരണം 9 മണിക്ക് ശേഷം കൂടുതൽ ടെൻഷൻ ആവുന്ന ആൾക്കാരാണ്. അപ്പോൾ മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ബാറിലൊക്കെ, ഞാൻ ചെറുപ്പത്തിൽ ബാറിൽ നിന്നിട്ടുണ്ട് പിന്നെ പണിക്ക്. അപ്പോൾ അവിടെ ബാറ് 11 മണി വരെയാണ്, 11:30 വരെ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോൾ 12 മണി 1 മണിക്കൊക്കെ ഈ മദ്യപിക്കാത്തവർ വന്നിട്ട് ബാറുമങ്ങ തട്ടും. മദ്യം കഴിഞ്ഞോ, മദ്യം വിൽക്കുന്നുണ്ടോ, നിങ്ങൾ മദ്യം കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പോൾ 9 മണി ബീവറേജിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി 12 മണി വരെ പിന്നെ ബാറിലും ആക്കാനുള്ള നിയമം വരാനാണ് എക്സൈസിൻ്റെ തീരുമാനം ഉണ്ടാവുക. അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ MDMA കുറിച്ചിട്ടാണ് കൂടുതലും ന്യൂസുകാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വേറെ ആരോ ഒരു പിന്നെ മുന്നറിയിപ്പായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ MDMAക്ക് കുറച്ച് കാലത്തെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. MDMA അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ മദ്യത്തിലേക്ക് വീഴ്ത്താനുള്ള പരിപാടിയാവും, അങ്ങനെയും പറയാം. അല്ലാതെ അപ്പോൾ ഇതിന് ആദ്യം വലിക്കണോരെയാണോ പിന്നെ അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന ആൾക്കാരെയാണോ ശരിക്കും പിടിക്കേണ്ടത്? അല്ല, അത് ഡീലർമാരെയല്ലേ ചെയ്യേണ്ടത്. അതിന് അടിവേരല്ലേ വെട്ടേണ്ടത്. അല്ലാതെ ഇവരിങ്ങനെ ഓരോന്നായിട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. അത് ആളെയും കിട്ടില്ല, അതിന് ആളും ഉണ്ടാവില്ല, നാഥനും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. അതൊക്കെ ഇന്നിപ്പോൾ പാലക്കാട് സ്വദേശീനെ പിന്നെ ബാംഗ്ലൂർ പോയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തോ ഒരു എന്താണ് ഇതിനൊക്കെ പറയുക? ഈ പറഞ്ഞ ആൾക്കാരെയും ഇവരെയൊന്നും പിടിക്കാൻ കിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കോടികൾ കൊണ്ട് അമ്മാനാടുന്ന ആൾക്കാരാവും, കോടികൾ കൊണ്ട്. അപ്പം പിന്നെ അവരെയൊക്കെ എങ്ങനെ തൊടാൻ കഴിയുക? ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വിജയ് മാല്യ കോടികൾ പിന്നെ കടമുണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയത്. എന്നിട്ട് വിജയ് മാല്യനെ പിടിച്ചോ നിങ്ങൾ? വിജയ് മാല്യ എപ്പോഴും പിന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അത് തൊടാൻ പറ്റില്ല. അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് അറിയോ, ഭംഗിയുള്ളതിനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അതിനെ കാണുക മാത്രം, ആ ദൂരെ നിന്ന് കാണാൻ മാത്രം മതി നിങ്ങൾ. അല്ലാതെ അതിനെ ഒരിക്കലും വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ അത് ഇതേപോലെ പണി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കേരളം ഇനി എന്തായാലും മെല്ലെ ഉയരാൻ ചാൻസ് ഇല്ല. എന്നാലും എല്ലാവരും പാടെ നോക്കിയാലേ നടക്കുള്ളൂ. അല്ലാതെ ഓനിക്ക് പറ്റിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ലല്ലോ, അല്ല എനിക്ക് പറ്റിയില്ലല്ലോ, ഓനിക്ക് കുഴപ്പമില്ല എന്ന് പറയരുത്. അത് പണി കിട്ടും എന്ന് പറഞ്ഞാൽ പണി കിട്ടും. ഇന്ത്യക്കാരൊക്കെ മൊബൈലിലല്ലോ.